ഇത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോട്ടോ. ഇതെന്താ ഇത്ര സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഇതൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളേ ഉള്ളൂ. ഒരു കവർ പുറത്തുണ്ട്, അതുകൂടെ എടുത്തോ. ഇതെന്താ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്? പറയണതും പറയാത്തൊക്കെ വാങ്ങും. കഴിഞ്ഞ മാസം കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ പകുതി ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. ആ പരിപ്പും പയറും ഒന്നും തീരാണ്ട് ഞാൻ വസന്തേച്ചിക്കും അമ്മുവിനൊക്കെ എടുത്തു കൊടുത്തതാ. ഒരു കെട്ട് പപ്പടം എന്ന് പറയുമ്പോ 5 കെട്ട് പപ്പടം കൊണ്ടുവന്നു. ഇതൊക്കെ പൂത്തു പോകില്ലേ? അപ്പൊ എന്താ ഇവിടെ സാധനങ്ങളൊന്നും വേണ്ടേ? വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വേണം, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഇത് ഇവിടെ ഉള്ള തന്നെ തീരാതിരിക്കുമ്പോ പുതിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുക. അതൊക്കെ ഞാൻ എപ്പോ തീർക്കാനാ? നീയല്ല എന്നോട് പറഞ്ഞ പഞ്ചസാര കഴിഞ്ഞു, എണ്ണ കഴിഞ്ഞു എന്നൊക്കെ. അപ്പൊ ഈ ഷോപ്പിലേക്ക് പഞ്ചസാരക്ക് എണ്ണയ്ക്ക് മാത്രമായിട്ട് പോകണം. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ബാക്കി സാധനങ്ങളും കൂടെ വാങ്ങി. ആകെ പറഞ്ഞത് ഒരു 1/2 കിലോ പഞ്ചസാര, 1/2 ലിറ്റർ ഓയിൽ. അതിനാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. എടി, നീ പറയുന്ന പോലെ 1/2 കിലോ പഞ്ചസാരയും 1/2 ലിറ്റർ ഓയിലും കടയിൽ ചെന്നിട്ട് വാങ്ങാൻ പറ്റുമോ? അവിടെ എത്ര ആൾക്കാരുണ്ടാവും? ആരും മുന്നിൽ ഇത്രയും കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന നാണക്കേടല്ലേ? നിങ്ങൾ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണോ സാധനങ്ങൾ വാങ്ങുന്നത്? നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളല്ലേ നമുക്ക് വേണ്ടുള്ളൂ. ഇതിപ്പോ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് മുഴുവൻ സാധനങ്ങൾ വാങ്ങി തീർക്കണം, എന്നാലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. നീ വെറുതെ സംസാരിക്കുന്ന സമയങ്ങളുണ്ട്, ആ സാധനം എടുത്ത് വെക്കാൻ നോക്ക്. പൈസ കയ്യിലുണ്ടെങ്കിൽ ഉള്ള പൈസക്ക് മുഴുവൻ സാധനങ്ങൾ വാങ്ങി തീർക്കും. 1 രൂപ ചോദിച്ചാൽ തരൂല്ല. അത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഏട്ടാ, എനിക്ക് കുറച്ച് പൈസ തരുമോ? പൈസയോ? പൈസന്റെ ആവശ്യം എന്താ? ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങുന്നല്ലേ, പിന്നെ എന്തിനാ പൈസ? സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടായില്ലല്ലോ. കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണം തോന്നിയാലോ ഒക്കെ വാങ്ങാൻ പൈസ വേണ്ടേ? നിനക്കിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോ പോരാ പൈസ, ഞാൻ തരൂലേ? ഇനിയിപ്പോ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ? ഓൺലൈൻ പേയ്മെന്റ് ഇല്ലേ, ഞാൻ ചെയ്യൂലേ? അതല്ല ഏട്ടാ, ഏട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ട എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും 1 രൂപയിൽ എടുക്കാൻ. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ അയൽക്കാരില്ലേ, അവിടുന്ന് എവിടെയെങ്കിലും വാങ്ങിയ പോരെ, പിന്നെ ഞാൻ വന്നിട്ട് കൊടുക്കില്ലേ? അങ്ങനെയല്ല, കയ്യിൽ എപ്പോഴും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യമല്ലേ? 2000 രൂപയൊന്നുമില്ല, 1000 രൂപ നീ എന്റെ പേഴ്സൺ എടുത്തോ. എന്ത് പറ്റിയാവോ? ചോദിച്ചെടുത്തോളാൻ പറയാം. എന്തായാലും ചോദിച്ച നന്നായി. ഞാൻ ആദ്യമായിട്ട് 1000 രൂപ കൈ കിട്ടി. അതിനൊന്നും ഇങ്ങോട്ട് വാ. എന്താ ഏട്ടാ? ആ, രാവിലെ ഞാൻ 1000 വന്നില്ല നിനക്ക്? അതൊരു 500 എടുക്ക്. 500? എന്തിന്? അതെനിക്കൊരു ആവശ്യമുണ്ട്. അതിനിപ്പോ ഏട്ടൻ്റെ വേറെ പൈസ ഇല്ലേ? ഇതൊന്നും തന്നെ വേണോ? ഇല്ല, പൈസ ആയിട്ട് കയ്യിലില്ല. ഉള്ള പൈസ ഞാൻ നിനക്ക് തന്നത്. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഒന്ന് പൈസ എടുത്തിട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. തന്ന പൈസ അതുപോലെ തന്നെ തിരിച്ചു ചോദിക്കണാണെങ്കിൽ പിന്നെ തരേണ്ട കാര്യമുണ്ടായിരുന്നോ? പുറത്തല്ല ചോദിച്ചെടുത്ത് തന്നത്. എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കുള്ളൂ. ചോദിച്ച ഞാനൊരു പൊട്ടി. ചേച്ചി, ചേച്ചി, എന്താ സുഹൃത്തെ? ചേച്ചി ദിനോട്ടം പറഞ്ഞായിരുന്നു ഇവിടുന്ന് 500 രൂപ മേടിക്കാൻ. 500 രൂപയോ? ഏട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അത് എനിക്ക് പൈസക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞാ ചേച്ചി ഇവിടെ ഒന്ന് മേടിച്ചത്. നീ നിൽക്ക്, ഞാൻ പൈസ എടുത്തിട്ട്. ശരി ചേച്ചാ. ആളുണ്ടായിരുന്നു ഒരു 500.
മോളെ, ഇവിടെ ഒരു കുറി വെക്കുന്നുണ്ട്, നീ ചേരുന്നുണ്ടോ? അയ്യോ ഇല്ലമ്മ, കുറിയൊന്നും എന്നെ കൊണ്ടാകില്ല. നീ എപ്പോ വിളിക്കുമ്പോഴും ഇങ്ങനെയാണല്ലോ പറയുന്നത്. അധികം ഒന്നുമില്ല, മാസം 2000 രൂപയുള്ളൂ. അതിന് 2000 വേണ്ട എന്റെ കയ്യില്. എന്താ മോളെ ഇത്? അവൻ ഇത്രയും ശമ്പളം ഉണ്ടാവുമെന്ന് എനിക്ക് മാസം 2000 കിട്ടില്ല? അമ്മ, 2000 രൂപ പോയിട്ട് 1 രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല. കുഞ്ഞക്കുള്ളതല്ലേ, എന്തെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞ 10 രൂപ നമ്മുടെ കയ്യിലും വേണ്ടേ? ഇതിപ്പോ പണ്ടത്തെ എന്നെ പോലെയായല്ലോ. ഇന്നത്തെ കാലത്തുണ്ടോ ഇങ്ങനത്തുള്ള പിള്ളേര്? അമ്മ, അതിനങ്ങനെ പണ്ടത്തെ കാലം ഇന്നത്തെ കാലം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാ കാലത്തും ഉണ്ട് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാര്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസ തരണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാ? ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിയിടും. അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അതൊന്നും നോക്കൊന്നുമില്ല. ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാല് 4-5 ഡ്രസ്സ് എടുത്തോണ്ട് വരും. പക്ഷെ 1 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസയായിട്ട് കൈ തരൂല. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അങ്ങോട്ട് വാങ്ങിത്തരും. ചെലവാക്കുന്ന പൈസക്ക് ഒരു കണക്കുമില്ല. പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ വാങ്ങണമെന്ന് പറയും. കയ്യിലുള്ള പൈസ മുഴുവൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചെലവാക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ആകുക. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഏട്ടൻ്റെ കയ്യിൽ എന്തെങ്കിലും എടുക്കാനുണ്ടാവുമെന്ന്. ഇന്ന് ആദ്യമായിട്ടാണ് ഒരു 1000 രൂപ കയ്യിൽ തന്നത്. അത് രാവിലെ നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പല കാരണങ്ങളും പറഞ്ഞ് വാങ്ങിയിട്ട് പോയി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാ ശരിയെന്നാ, നിനക്ക് വേണ്ട അല്ലേ? വെറുതെ എന്തിനാണ് ആൾക്കാരുടെ മുമ്പിൽ കുറിയും വെച്ചിട്ട് അവസാനം പൈസ അടയ്ക്കാനില്ലാണ് നാണം കെടാൻ വേണ്ടിയിട്ട്. ഞാനില്ലമ്മ. ആ, ഞാൻ എന്ത് ചെയ്യാനാ? ശരി. ശരി അമ്മ. എന്നാലും ഏട്ടാ, ഇവിടെ ക്ലബിന്റെ പിരിവിനെ ചെക്കന്മാര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് വൈകുന്നേരം ഏട്ടനുള്ള സമയത്ത് വരാൻ. അയ്യോ, വൈകുന്നേരം ഞാൻ എന്തായാലും ലേറ്റ് ആയിട്ട് വരുള്ളൂ. ഈ ഒരു കാര്യം ചെയ്തു, അവർ വരുമ്പോഴേ ഇതൊരു 1000 രൂപ എടുത്ത് കൊടുത്തു അവർക്ക്. 1000 രൂപയോ? പിള്ളേരെ പരിപാടിയല്ലേ, നീ കൊടുത്തേക്ക്. ഇതാ. എന്നാ ശരി. ആയിരം രൂപ പിള്ളേർക്ക് കൊടുക്കാം. 150 കൊടുക്കും, ബാക്കി 850 ഞാൻ എന്തെങ്കിലും വെക്കും. എന്നാലും ഇതിപ്പോ എവിടെ പോയി? ഇത്ര ആളല്ലേ ഞാൻ വെച്ചത്. നീയേ ഈ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ച് പൈസ എടുത്തോ? ഇല്ല, ഞാൻ എടുത്തില്ല. പിന്നെ ഇതിൽ വെച്ച് പൈസ എവിടെ പോയി? എത്ര വെച്ചെന്ന് ഏട്ടന് ഓർമ്മയുണ്ടോ? ഇല്ല, അതെനിക്ക് ഓർമ്മയില്ല. എന്നാൽ എന്തായാലും 500 രൂപയല്ല, അതിൽ കൂടുതൽ വെച്ചിരുന്നതാ എന്റെ ഓർമ്മ. നല്ല ആളാ. സ്വന്തം പോക്കറ്റിൽ എത്ര രൂപ ഉണ്ടായിരുന്നു പോലും നിങ്ങൾക്ക് അറിയില്ല. വെറുതെ അല്ല ചെലവുടെ പൈസക്ക് കണക്കില്ലാത്തത്. നമ്മള് രണ്ടാളല്ലാണ്ട് വേറെ ആരാ എവിടെ ഉള്ളത് പൈസ എടുക്കാൻ? അത്രേ വെച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ 500 തന്നെ ആയിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക. കൂടുതൽ വെച്ചെന്ന് എനിക്ക് തോന്നിയതായിരിക്കും. ഏട്ടാ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. സാധനങ്ങളോ? 2 ആഴ്ച മുമ്പല്ലേ എല്ലാ സാധനങ്ങളും വാങ്ങിയത്. നീയല്ലേ പറഞ്ഞു ഒരുപാട് സാധനം ഇവിടെ ബാക്കിയുണ്ടെന്ന്. പിന്നെ അത്രയും വേണം തീർന്നോ? ആ, എന്താന്നറിയില്ല, ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു. ഏട്ടൻ പറഞ്ഞു കേട്ടോ, ശരി. കൂടുതൽ സാധനങ്ങൾ വാങ്ങിയത് കൊണ്ട് ഇത് ഇത്രയും ദിവസം ഞാൻ എങ്ങനെയൊക്കെ എത്തിച്ചു. എന്നാ നീ പറഞ്ഞോ, ഞാൻ പോകുമ്പോ വാങ്ങിട്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ പോയി വാങ്ങിക്കോളാം. വേണ്ട, നീയൊന്നും പോണ്ട, ഞാൻ വാങ്ങിക്കോളാം. അതൊന്നും സാരല്ല ഏട്ടാ. നന്ദിനിക്ക് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെയും കൂടി കൂട്ടിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാനും അവളും പോയിട്ട് വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിലും കുറച്ച് ദിവസമായില്ലേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ. എന്റെ പേഴ്സിന്നേ ഒരു 2000 രൂപ എടുത്തോ. 2000 രൂപയ്ക്കൊന്നും ആകൂല. ഒരു 6500 രൂപയെങ്കിലും വേണം. 6500 രൂപയോ? ഒരു മാസം സാധനങ്ങൾക്കോ? കുറച്ച് സാധനങ്ങളൊന്നും അല്ല, വാങ്ങുമ്പോ നന്നായിട്ട് അങ്ങോട്ട് വാങ്ങുക. ഏട്ടന് അതിനേക്കാളും ചെലവാകുന്നുണ്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വാങ്ങുമ്പോഴേ മനസ്സിലാകാഞ്ഞിട്ടാ. നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. എന്നാ 6500 രൂപ.
ഇല്ലടേ, ഇന്ന് തന്നെ വേണം. ആണോ? അല്ലെങ്കിൽ ഇപ്പൊ നാളെ രാവിലെങ്കിലും എത്തിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ പിന്നെ പോട്ടെ, ഞാൻ രാജേഷിനെ കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ രാജേഷേ, എടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ശരിയായോ? ഇല്ല. വേറെ എന്തേലും വഴിയുണ്ടോ ഒന്ന് പൈസ എത്തിക്കാൻ? ഇല്ലല്ലേ? ശരി എന്നാ ഞാൻ നോക്കട്ടെ. വേണ്ട, അയച്ചോ. ഓക്കെ. ആ, ഇതാരും വിളിച്ചോണ്ടിരിക്കണേ? അതിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചതാ വേറൊരു കാര്യത്തിന്. ആ, ഞാൻ എന്നാ പോയിട്ട് ഡ്രസ്സ് മാറ്റേ, നമുക്ക് വേഗം പോണ്ടേ? നമുക്കേ കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് പോയ പോരെ? ഏട്ടാ, ഇനിയും വൈകാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ കുറെ നേരമായി. നമുക്ക് വേഗം ചെന്ന് ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായില്ലേ? ഇതിപ്പോ അമ്മ കുറെ പ്രാവശ്യം വിളിച്ചു ചോദിക്കണം നമ്മൾ എന്താ കൊടുക്കണെന്നുള്ളത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു അമ്മേനോട്? ഞാൻ എന്ത് പറയാൻ, ഏട്ടനാണെങ്കിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല, പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടൻ വന്നിട്ട് വിളിച്ചു പറയാന്ന്. അമ്മ പറഞ്ഞു നമ്മള് ചെയിൻ കൊടുക്കുകയാണെങ്കിൽ അവര് അരഞ്ഞാണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന്. അല്ല, ഞാൻ വിചാരിക്കായിരുന്നേ എന്തായാലും ഇപ്പൊ നാളെ രാവിലെ അല്ലേ നൂലുകെട്ട്. അപ്പോ നാളെ രാവിലെ നേരത്തെ ഏതെങ്കിലും ജ്വല്ലറി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിട്ട് കൊണ്ടുപോയ പോരെ? നല്ല കാര്യേ. നൂലായിട്ട് 8:30 തുടങ്ങൂലേ? ഇത്രയും നേരത്തെ ഏത് ജ്വല്ലറി തുറക്കാനാ? അത് മാത്രല്ല അമ്മേനോട് വിളിച്ചു പറയണ്ട നമ്മൾ എന്താ എടുക്കണം എന്നുള്ളത്. ഇനിയിപ്പോ ആരും ഒന്ന് വിളിക്കുക. എന്ത് പറ്റി? ആര് വിളിക്കേണ്ട കാര്യം പറയണേ? അതെ, നമ്മുടെ അനൂപിന്റെ വീട് പണിന്റെ സമയത്തെ അവന് കുറച്ച് ടൈലൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ആ പൈസ എനിക്ക് ഈ ആഴ്ച തരാന്ന് പറഞ്ഞ. ഇതിപ്പോഴാണെങ്കിൽ എന്നെ കാണുമ്പോൾ തിരിഞ്ഞു കിടക്കുക, ഓരോരുത്തരും ഫോൺ ചെയ്ത് എടുക്കുന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അവന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നത്. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ കുട്ടിക്ക് സ്വർണ്ണം എടുക്കാന്ന് വിചാരിച്ചത്. ഇതിപ്പോ സ്വന്തം പെങ്ങളുടെ കുട്ടിയല്ലേ, ഒന്നും കൊടുക്കാണ്ട് എങ്ങനെ പോവാ? ഒരു 30,000 രൂപ എന്തെങ്കിലും. പിന്നെ ബാക്കി എന്തെങ്കിലും ചേർത്തിട്ട് നമുക്ക് അതിനുള്ള ഗോൾഡ് വാങ്ങിയാ പോരെ? അത് നിന്റെ എവിടുന്ന് ഇത്രയും പൈസ? ഞാൻ നിനക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ലല്ലോ. എന്റെ കയ്യിൽ തന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ 3-4 മാസമായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലല്ലേ തരുന്നത്. അതൊന്ന് ഞാൻ കുറച്ച് മിച്ചം പിടിച്ചതാ. നിങ്ങളുടെ കയ്യില് ഉള്ള പൈസക്കും ചെലവാക്കുന്ന പൈസക്കും ഒന്നും ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇഷ്ടം പോലെ അങ്ങോട്ട് പൈസ വാരിക്കൊണ്ടേക്ക് കളയൂലേ. ഞാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ബാക്കിയുള്ള പൈസ സേവ് ചെയ്തു. നമുക്കൊരു ആപത്ഘട്ടത്തിൽ ഉപകരിക്കാനേ ഇങ്ങനെയുള്ള പൈസയൊക്കെ ഉണ്ടാവും. എടുത്തിട്ട് വരാം. കയ്യിലുള്ള പൈസ മുഴുവൻ ഒരു കണക്കില്ലാണ്ട് ഞാൻ എന്തെനിക്ക് കൊണ്ടേ കളഞ്ഞു അല്ലേ. അതില് കുറച്ച് പൈസയെങ്കിലും ഞാൻ നിന്റെ തന്നിരുന്നെങ്കിൽ ഇപ്പൊ നല്ലൊരു സേവിങ്സ് ഉണ്ടായിരുന്നല്ലേ.